പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. ഇതാണ് പൊതുവെ LDFന്റെ രാഷ്ട്രീയ നയം തന്നെ. അത് മനസ്സിലാക്കാതെ ചെന്ന് പണി മേടിച്ചത് മറ്റാരുമല്ല, കേരളത്തിലെ മുസ്ലിം സമുദായം തന്നെയാണ്. BJPയെ തകർക്കാൻ ലക്ഷ്യമിട്ട ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ അവസാനം പണി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആഘാതം ഉണ്ടായതിനു ശേഷം ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനം നടത്തിയ പിണറായി വിജയൻ ഓന്തിന്റെ നിറം മാറുന്നത് പോലെയാണ് ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കുമെതിരെ ഇപ്പോൾ ആഞ്ഞടിക്കുന്ന പിണറായി വിജയനും CPM-ഉം നേരത്തെ അവർക്കൊപ്പമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ PDP പിന്തുണയുള്ള LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന ബോർഡ് പോലും വെച്ചവരാണ് CPM. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ P. മുജീബ് റഹ്മാൻ. പൊതുജനങ്ങളോട് പച്ച കള്ളം പറയുന്ന പിണറായി പലതവണ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും P. മുജീബ് റഹ്മാൻ ആവർത്തിച്ച് പറയുകയാണ്. 96 മുതൽ 2015 വരെയുള്ള തെരഞ്ഞെടുപ്പിലെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി വാർത്തയും സഭാ രേഖകളും നിലവിലിരിക്കെ മുഖ്യമന്ത്രി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ അത് ഭീകര സംഘടനയായി മാറുകയും ചെയ്യുന്നു. പണ്ട് പറഞ്ഞ പല പല കാര്യങ്ങളും പിണറായി ഇപ്പോൾ മാറ്റി പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച വ്യക്തികൾക്കോ സംഘടനകൾക്കോ പതിച്ചു നൽകുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. 90-ലും 2000-ലും 2006-ലും 2009-ലും 2011-ലും 2015-ലും ഒക്കെ എല്ലാം ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ തന്നെയാണ് പിന്തുണച്ചിരുന്നത്. ഇടതു നേതാക്കളുമായി സംസാരിച്ച് പരസ്പര ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് ഇവർ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തതുമാണ്. 2011-ൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പിണറായി വിജയനുമായി അന്നത്തെ അമീറായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. രാഷ്ട്രീയമായ ചർച്ചയിൽ മറ്റൊരു ഉപാധി അവർക്കുണ്ടായിരുന്നില്ല. 2019-ൽ കോൺഗ്രസിനാണ് അവർ പിന്തുണ നൽകിയിരുന്നത്. പാലക്കാട് CPM എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുള്ളത് അവരുടെ ഒരു പ്രശ്നമോ വിഷയമോ ഒന്നും തന്നെയല്ല. BJP കേരളത്തിൽ വിജയിക്കാൻ പാടില്ല എന്നത് മാത്രമാണ് അവരുടെ നിലപാട്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ 3 MP-മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൂടി വാങ്ങി വിജയിച്ചവരാണ് എന്നുള്ളത് CPM ഇപ്പോൾ ഓർക്കുന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ജമാഅത്തെ ഇസ്ലാമി ഭീകര സംഘടനയായി മാറിയതായാണ് പിണറായി പറയുന്നത്. ഇന്ത്യ മുന്നണിയുമായും CPM ചേർന്ന് പ്രവർത്തിക്കുന്ന അതേ സമീപനം തന്നെയാണ്. BJPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. എന്നാൽ മുസ്ലിം സമൂഹത്തെയും ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവൽക്കരിക്കുന്ന നീക്കമാണ് ഇപ്പോൾ CPM-ന്റേത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ UDF-മായി ഇവർ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തള്ളിപ്പറഞ്ഞത് കൊണ്ട് മാത്രമാണ് P. മുജീബ് റഹ്മാൻ ഇതൊക്കെ പറയുന്നത്. രാഷ്ട്രീയ സത്യസന്ധത എന്നത് ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ അടുത്തുകൂടെ പോലും പോയിട്ടില്ല. ഇരു കൂട്ടരും ഇപ്പോൾ ഒന്നിച്ച് BJPയെ തകർക്കാനാണ് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്.